which depends on okay, y output which depends on x input and the gate control voltage അല്ലെങ്കിൽ gate input of NMOS x into s എന്നായിരിക്കും നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് y is always എന്താണ് ഡിപ്പെൻസ് ഓൺ ഇൻപുട്ട് ആൻഡ് ദ ഗേറ്റ് ഓഫ് NMOS. ആക്ച്വലി ഗേറ്റ് ഓഫ് NMOS ഈസ് s. ഓക്കെ, അപ്പം s ഇൻറ്റു എക്സ് ആയിരിക്കും നമ്മളുടെ എപ്പോഴും y എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എസ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എസ് 1 ആണെങ്കിൽ മാത്രമേ ഈ ട്രാൻസിസ്റ്റർ എന്താവുള്ളൂ. എസ് 1 ആണെങ്കിൽ ഈ ട്രാൻസിസ്റ്ററും ഓൺ ആയിരിക്കും, ഈ ട്രാൻസിസ്റ്ററും ഓൺ ആയിരിക്കും. NMOS ട്രാൻസിസ്റ്ററും PMOS ട്രാൻസിസ്റ്ററും വിച്ച് ഈസ് ഇൻ ഓൺ കണ്ടീഷൻ. ദിസ് ഇസ് S is equal to 1 means S bar is equal to 0. Therefore both the NMOS and PMOS, okay, S is equal to 0 means S is equal to 1 means this transistor is on, this transistor is also on, S bar is equal to 0. Therefore these two transistors which is in on condition, therefore the X and Y are connected. Okay, input and output which is actually connected in this case. Okay, and therefore we can able to say y is equal to എന്താണ് x into s. Okay, x into s always if and only if s is equal to 1. അപ്പോൾ s 1 ആണെങ്കിൽ നമുക്ക് എപ്പോഴും എങ്ങനെ എഴുതാം, s 1 ആണെങ്കിൽ we can able to write y is equal to x into s എന്ന് നമുക്ക് എഴുതാം. And also we can able to write okay, ഇത് x ഇത് y. അപ്പം അടുത്തൊരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ഈ എസിന് പകരം എസ് ബാർ ആണെന്ന് വിചാരിക്കാം. എസിന് പകരം ഈ NMOSിൽ തന്നെയാണ്, ഈ NMOSിൻ്റെ ഗേറ്റ് തന്നെയാണ് എസ് ബാർ വന്നിരിക്കുന്നത്. ആൻഡ് PMOSിൻ്റെ ഗേറ്റ് എസ് എന്നും വന്നിരിക്കുന്നു. ഇവിടെ നേരത്തെ ഇവിടെ എസിന് പകരം ഇവിടെ എസ് ആയിരുന്നു, ഇവിടെ എസ് ബാർ ആയി, ഇവിടെ എസ് ബാർ ആയിരുന്നു, ഇവിടെ എസ് ആയി. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും നമുക്ക് എങ്ങനെ എഴുതാം, വി ക്യാൻ ഏബിൾ ടു റൈറ്റ് ഇത് എല്ലാ സമയവും ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ എഴുതുക ഏതിനെയായിരിക്കും, എക്സ് ഇൻറ്റു NMOSിൻ്റെ ഗേറ്റ് ആയിരിക്കും. എക്സ് ഇൻറ്റു NMOSിൻ്റെ ഗേറ്റ്, ഗേറ്റ് ഓഫ് NMOS. ഓക്കെ, വി ആർ ഓൾവേസ് ഓക്കെ, ഇവിടെ NMOSിൻ്റെ ഗേറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എസ് ബാർ ആണ്. ഓക്കെ, എസ് ബാർ ആണ്. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇത് എന്താണെങ്കിൽ എസ് ബാറിൻ്റെ വാല്യൂ എന്താണെങ്കിൽ മാത്രമേ നമുക്ക് ഈ y ഈസ് ഈക്വൽ ടു എക്സ് എസ് ബാർ എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഈ എസ് ബാറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ, അല്ലേ, എസ് ബാറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എസിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഈ ബോത്ത് ട്രാൻസിസ്റ്റർ വിച്ച് ഈസ് ഓൺ കണ്ടീഷൻ, therefore we can able to write if and only if s is equal to 0, s bar is equal to 1 അല്ലെങ്കിൽ s is equal to 0 എന്ന് നമുക്ക് എഴുതാം. അപ്പം ഇങ്ങനെ ഈ രണ്ട് റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ ട്രാൻസ്മിഷൻ ഗേറ്റിൻ്റെ കേസിൽ നമുക്ക് we are always multiplying, okay, output which is actually obtained by multiplying input and the gate of NMOSിൻ്റെ ഗേറ്റും ഗേറ്റ് ഇൻപുട്ടും y is equal to x into s എന്നായിരിക്കും ഓൾവേസ്. അപ്പോൾ ഈ ഇവിടെയുള്ള എസിൻ്റെ വാല്യൂ എന്താണോ, ഓക്കെ, ഇവിടെയുള്ള ഗേറ്റിൻ്റെ വാല്യൂ എന്താണോ അത് ഇൻറ്റു ഇൻപുട്ട് ആയിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരുന്നുള്ളൂ. ഓക്കെ, y is equal to x into s. Okay, y is equal to x into s, that is always, okay, always y is equal to x into s എന്നായിരിക്കും എന്ന് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളാം. ബിക്കോസ് y is equal to x into s ആയേ പറ്റൂ. ഓക്കെ, അതില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് y is equal to x into s ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രാൻസ്മിഷൻ ഗേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഓപ്പറേഷൻ ഇങ്ങനെ മാത്രമേ നടക്കുള്ളൂ. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സും എസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എസ് എന്ന് പറയുന്നത് എന്താണ്, ഗേറ്റ് ഓഫ് എന്താണ് NMOS. അപ്പോൾ ഈ ഗേറ്റ് ഓഫ് NMOS എസ് ബാർ ആണെങ്കിൽ എസ് ഇൻറ്റു എസ് ബാർ വരും. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അത് ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വി ആർ ജസ്റ്റ് ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് എ മൾട്ടിപ്ലയർ യൂസിങ് ട്രാൻസ്മിഷൻ ഗേറ്റ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൗ ക്യാൻ വി ഇംപ്ലിമെൻറ്റ് എ മൾട്ടിപ്ലയർ യൂസിങ് എന്താണ് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആണ് എന്ന് എനിക്കറിയാം. മൾട്ടിപ്ലയർ, ഓക്കെ, വാട്ട് ഈസ് മൾട്ടിപ്ലയർ? 2:1 മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 2:1 മക്സ്. ഓക്കെ, അപ്പം 2:1 മക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്രയാണ്, എന്താണ് 2:1 മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇൻപുട്ട് ഉണ്ടാവും. 2 ഇൻപുട്ട്
ആൻഡ് 1 ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ 2 ഇൻപുട്ട് ആണെങ്കിൽ എത്ര, അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേസിൽ എത്ര ഇൻപുട്ട് ഉണ്ടാവും, എത്ര സെലക്ട് ലൈൻസ് ഉണ്ടാവും, എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും ജനറലി. ഓക്കെ, ഒരു മക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മൾട്ടിപ്ലയർ വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 raised to n input, 2 raised to n input, n select lines, അല്ലേ, and 1 output. ഓക്കെ, ദിസ് ഈസ് ദ ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എന്താണ് ഒരു മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു 4:1 മക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഇൻപുട്ടാണ് അല്ലേ, 4 ഇൻപുട്ട് 1 ഔട്ട്പുട്ട്. അപ്പം 4 ഇൻപുട്ട് ആണെങ്കിൽ എത്ര സെലക്ട് ലൈൻസ് ഉണ്ട് ഇതിൻ്റെ കേസിൽ? 2 raised to n ഇൻപുട്ട്, ദാറ്റ് ഈസ് 2 raised to 2 ഇൻപുട്ടാണ് ഇതിൻ്റെ കേസിലുള്ളത്. അപ്പം സെലക്ട് ലൈൻസ് ആർ 2. ഓക്കെ, 2 സെലക്ട് ലൈൻസ്, 4 ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് 4:1 മക്സ്. അതുപോലെയാണെങ്കിൽ നമുക്ക് 2:1 മക്സിൻ്റെ കേസിൽ എത്ര പറയാൻ പറ്റും? 2 raised to 1 input. Okay, 2 raised to 1 input, 1 select lines അല്ലേ, 1 select lines and 1 ഔട്ട്പുട്ട്. അതാണ് നമ്മളുടെ ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് 2:1 മക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 2:1 മക്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഇറ്റ് ഡിപ്പെൻസ് ഓൺ, ഓക്കെ, സപ്പോസ് സെലക്ട് ലൈൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഔട്ട്പുട്ട് വരിക അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ സെലക്ട് ലൈൻസ് ഈസ് 0, then we can get the output as എന്താണ്, സപ്പോസ് P0 ആൻഡ് P1 ആസ് ഔട്ട്പുട്ട്, P0 ആൻഡ് P1 ആർ ദ ഇൻപുട്ട്. 2 ഇൻപുട്ട്സ് ഏതൊക്കെയാണ്? P0ഉം P1ഉം ആണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്ന പോലെയാണെങ്കിൽ. അപ്പം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? P0 കിട്ടും. 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? P1 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ട്രൂത്ത് ടേബിൾ ഫോർ എന്താണ് നമ്മളുടെ മൾട്ടിപ്ലെക്സർ അല്ലെങ്കിൽ 2:1 മക്സിൻ്റെ കേസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എസ് 0 ആണെങ്കിൽ, ദാറ്റ് ഈസ് സെലക്ട് ലൈൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് എങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം? P0 കിട്ടണം. സെലക്ട് ലൈൻസിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് P1 കിട്ടണം. ഇനി ഇതിൻ്റെ കേസിലാണെങ്കിൽ ഒരു 4:1 മക്സിൻ്റെ കേസിൽ നമുക്ക് സെലക്ട് ലൈൻസ് എത്രയുണ്ട്? S0, S1, ദീസ് ആർ ദ 2 സെലക്ട് ലൈൻസ്. അപ്പോൾ ഇവിടെ S1 S0 എന്നാണ് എഴുതിയിരിക്കുന്നത്, അതിനെ അതേപോലെ തന്നെ എഴുതിക്കാം. S1 ആൻഡ് S0 ആർ ദ 2 സെലക്ട് ലൈൻസ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 0 0, ഇപ്പോൾ ഇതിൻ്റെ 4 കോമ്പിനേഷൻസ് ഉണ്ടാവും. 0 1 1 0, എത്രയാണ്? 4 കോമ്പിനേഷൻ, 1 0 ആൻഡ് 1 1. നിങ്ങളിത് മൾട്ടിപ്ലെക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യം ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതുക. ഔട്ട്പുട്ട് എഫ് ഈസ് ഈക്വൽ ടു 0 0 ആണെങ്കിൽ എന്ത് കിട്ടണം? നമുക്ക് P0 കിട്ടണം. 0 1 ആണെങ്കിൽ P1 കിട്ടണം. 1 0 ആണെങ്കിൽ P2 കിട്ടണം. 1 1 ആണെങ്കിൽ P3 കിട്ടണം. അപ്പം P0 to P3 ഈസ് അവർ ഇൻപുട്ട്. സോറി, ഓക്കെ, P0 to P3 is our input. P0 to P3 is our input, and these ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക ഡിപ്പെൻസ് ഓൺ ദ സെലക്ട് ലൈൻസ്. സെലക്ട് ലൈൻസ് 0 0 ആണെങ്കിൽ P0 കിട്ടണം. 0 1 ആണെങ്കിൽ P1 കിട്ടണം. 1 0 ആണെങ്കിൽ P2 കിട്ടണം. 1 1 ആണെങ്കിൽ P3 കിട്ടണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു മൾട്ടിപ്ലെക്സറിനെ നമ്മൾ നോർമലായിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത് ക്ലിയർ ആയോ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും പറ. മക്കളെ പറ, നിങ്ങളോട് ചോദിക്കുന്നത്. വിനയ് ഉണ്ടോ ഇവിടെ? ആ, ഒരു മൾട്ടിപ്ലെക്സർ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പം ഇതൊരു നമ്മൾ ഇനിയിപ്പം ഈ മൾട്ടിപ്ലെക്സർ നമ്മളോടിപ്പം ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ 2:1 മൾട്ടിപ്ലെക്സർ നിങ്ങളോട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 2:1 മക്സിൻ്റെ കേസിൽ 2 ഇൻപുട്സ് ആണുള്ളത്. 2 ഇൻപുട്സും 1 സെലക്ട് ലൈൻസ് ആൻഡ് 1 ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ സെലക്ട് ലൈൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വരിക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇവിടെ S ഈസ് ആക്ച്വലി ദ സെലക്ട് ലൈൻസ് ആൻഡ് F ഈസ് ആക്ച്വലി ദ ഔട്ട്പുട്ട്. അപ്പം
0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇൻപുട്ട് നമ്മൾ P0 P1 എന്നാണ് എടുത്തിരിക്കുന്നത്. P0 ഈസ് ദ ഔട്ട്പുട്ട്, 1 ആകുമ്പോൾ P1 ഈസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നിങ്ങൾ ആദ്യം ഒരു മൾട്ടിപ്ലക്സർ വരയ്ക്കുകയാണെങ്കിൽ ആ മൾട്ടിപ്ലക്സർ എന്താണെന്ന് പറയുക. ആ മൾട്ടിപ്ലക്സർ 2:1 മക്സ് ആണെങ്കിൽ 2 ഇൻപുട്ട് ഉണ്ടാവും, 1 ഔട്ട്പുട്ട് ഉണ്ടാകും, 1 സെലക്ട് ലൈൻസ് ഉണ്ടാകും എന്ന് നിങ്ങൾ ആദ്യം പറയുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് പറയണം? അതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതുക. എന്നിട്ട് ആ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഈ ട്രാൻസ്മിഷൻ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് യൂസ് ചെയ്തിട്ട് 2:1 മക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കേസിലും നമ്മൾ ഒരു ട്രാൻസ്മിഷൻ ഗേറ്റിൻ്റെ കേസിൽ നമുക്കറിയാം ഈ ട്രാൻസ്മിഷൻ ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ കേസിൽ നമുക്ക് we can able to get the output which depends on what. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. F is equal to ഇപ്പോൾ ഇത് നിങ്ങളുടെ ഡിപ്പെൻസ് ഓൺ വാട്ട് യു ആർ റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. F is equal to ഇവിടെ 0 ആകുമ്പോൾ P1 എന്നും അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. 0 ആകുമ്പോൾ P1 എന്നും 1 ആകുമ്പോൾ P0 എന്നുമാണ് ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. 0 ആകുമ്പോൾ നമുക്ക് രണ്ട് ഔട്ട്പുട്ട് P1 P0 എന്നാണെന്ന് വിചാരിക്കാം. അപ്പം ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് 0 ആകുമ്പോൾ P1 കിട്ടുന്നു, 1 ആകുമ്പോൾ P0 കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, രണ്ട് സെലക്ട് ലൈൻസ് ആണ്. സെലക്ട് ലൈൻസ് ഒറ്റയൊരു സെലക്ട് ലൈൻസ് ആണ്. എസിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ P1 കിട്ടുന്നു, എസിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ P0 കിട്ടുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? F is equal to നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ എഴുതും? ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം P0 ഇൻറ്റു S1 അല്ല S. ഓക്കെ, P0 ഇൻറ്റു S, P0 ഇൻറ്റു S, അതായത് S1 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? S1 ആകുമ്പോൾ P0. അപ്പോൾ നമുക്ക് അതിനെ എന്താ എഴുതാം? P0 ഇൻറ്റു S പ്ലസ് P1 ഇൻറ്റു S ബാർ is actually the F. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? P0 ഇൻറ്റു S പ്ലസ് P1 ഇൻറ്റു S ബാർ ഈസ് ഈക്വൽ ടു എന്താണ്? F. ഈ F എന്ന് പറയുന്ന വാല്യൂ ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? 0 വരുമ്പോൾ P1 വരുന്നു, 1 വരുമ്പോൾ P0 വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? P0 ഇൻറ്റു S, അതായത് S1 ആകുമ്പോൾ എന്ന് പറയുന്നതുകൊണ്ട് P0 ഇൻറ്റു S എന്ന് എഴുതി, പ്ലസ് P1 ഇൻറ്റു S ബാർ ഈസ് ഈക്വൽ ടു F എന്ന് എഴുതാം. ഇപ്പോൾ ഇതാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നിങ്ങൾ എത്തുവാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം P0 ഇൻറ്റു ഇപ്പം നിങ്ങൾക്ക് 0 വരുമ്പോൾ P0 കിട്ടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതുപോലെ എഴുതിയാൽ മതി കേട്ടോ. 0 വരുമ്പോൾ P1, 0 വരുമ്പോൾ P0 1 വരുമ്പോൾ P1 കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് എഴുതാം. 0 വരുമ്പോൾ P0 കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ എഴുതുമ്പോൾ P0 ഇൻറ്റു S ബാർ പ്ലസ് P1 ഇൻറ്റു S എന്ന് എഴുതും. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഡയഗ്രത്തിൽ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഈ P0 ഇൻറ്റു S പ്ലസ് P1 ഇൻറ്റു S ബാർ ആണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദിസ് ഈസ് വി നീഡ് ടു ഇംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ P0 ഇൻറ്റു S പ്ലസ് P1 ഇൻറ്റു S ബാർ നമ്മൾ ഓൾറെഡി ഒരു XOR ഗേറ്റും ആൻഡ് ഗേറ്റും നാൻ ഗേറ്റും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. P0 ഇൻറ്റു S പ്ലസ് P1 ഇൻറ്റു S ബാർ നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പം P0 ഇൻറ്റു S, അപ്പം നമുക്ക് ഇതിൻ്റെ കേസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ഇൻറ്റു എൻമോസിൻ്റെ വാല്യൂ, ഇൻപുട്ട് ഇൻറ്റു എൻമോസിൻ്റെ ഗേറ്റ് ആണ് നമ്മളുടെ ഔട്ട്പുട്ടായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് P0 ഇൻറ്റു S കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? P0 ഇൻപുട്ടായിട്ട് കൊടുക്കണം, S നിങ്ങൾ എന്തായിട്ട് കൊടുക്കണം? എൻമോസിൻ്റെ ഗേറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓൾവേസ് എന്ത് കിട്ടും? P0 ഇൻറ്റു S എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, P0 ഇൻറ്റു S എന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ P0നെയും എൻമോസിൻ്റെ ഗേറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ P0 ഇൻറ്റു S എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? P0 ഇൻറ്റു S എന്നായിരിക്കും. അപ്പം ഇതേപോലെ തന്നെ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എന്താണ് P1 ഇൻറ്റു S ബാർ, അപ്പം S ബാർ നമ്മൾ എന്ത് കൊടുക്കണം? എവിടെ കൊടുക്കണം? S ബാർ നമ്മൾ എവിടെ കൊടുക്കണം? ഈ എൻമോസിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് P1 ഇൻറ്റു
എസ് ബാർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത്? ഈ എൻമോസ് ഗേറ്റ് ആയിട്ട് നമ്മൾ എസ് ബാർ കൊടുക്കണം. P1 ഇൻറ്റു എസ് ബാർ ഈസ് ഈക്വൽ ടു P1 എസ് ബാർ. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു എസ് തന്നെ മതി. ഇവിടെ ഒരു എസ്, ഈ എസ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ എവിടെ കൊടുക്കുന്നത്? PMOSൻ്റെ ഗേറ്റ് ആയിട്ട് കൊടുക്കുക. ഈ എസ് ബാർ ആണ് നമ്മളുടെ എൻമോസിൻ്റെ ഗേറ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഇട്ടാണ് നമുക്ക് എഫ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് വരിക. P0 ഇൻറ്റു എസ് പ്ലസ്, ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്താൽ എന്തായി? P0 ഇൻറ്റു എസ് പ്ലസ് P1 ഇൻറ്റു എസ് ബാർ. ഓക്കെ, ഇത് ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഇപ്പം തുടക്കത്തിൽ പറഞ്ഞത്, നമുക്ക് എപ്പോഴും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻപുട്ട് ആൻഡ് എൻമോസിൻ്റെ ഗേറ്റ് ആയിരിക്കും. P0 ഇൻറ്റു എസ്, ഓക്കെ, അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് P1 ഇൻറ്റു എസ് ബാർ ആണ് വേണ്ടത്. P1 ഇൻറ്റു എസ് ബാർ നമുക്ക് കിട്ടണമെങ്കിൽ ഈ എൻമോസിൻ്റെ ഗേറ്റിൽ നമ്മൾ എന്ത് കൊടുക്കണം? എസ് ബാർ കൊടുക്കണം. അപ്പം P1 ഇൻറ്റു എസ് ബാർ. അപ്പം P0 ഇൻറ്റു എസ് പ്ലസ് P1 ഇൻറ്റു എസ് ബാർ ഈസ് ആക്ച്വലി എഫ്. Okay, this is actually the implementation of 2 into 1 max. ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ വിനീഷ? സർ. ഇത് ക്ലിയർ ആയോ? സർ, ക്ലിയർ ആയി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അബിൻ മാത്യു. ക്ലിയർ ആണ് സർ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് 4:1 മക്സ് ആണ്. ഓക്കെ, ഇതിപ്പം 2:1 മക്സ് യൂസിങ് ട്രാൻസ്മിഷൻ ഗേറ്റ് ആണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ 4:1 മക്സ് ആണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4:1 മക്സിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ കണ്ടു. 4 ഇൻപുട്ട് ഉണ്ടാവും. P0, P1, P2, P3. ദീസ് ആർ ദ 4 ഇൻപുട്ട്സ്. ഓക്കെ, നമുക്ക് ഇൻപുട്ട് നമുക്ക് എഴുതാം. P0, P1, P2 and P3. These are the 4 inputs. Okay, 4 inputs ഉണ്ടാവും. എത്ര സെലക്ട് ലൈൻസ് ആണ്? S1, S0. These are the 2 select lines. S1 and S0 is actually the select lines. And single output. എപ്പോഴും ഒരു ഔട്ട്പുട്ട് മാത്രമേ അറ്റ് എ ടൈം വരുള്ളൂ. ഓക്കെ, അപ്പം ഇതിൻ്റെ കേസിൽ നമുക്ക് നേരത്തെ 2:1 മേസിൻ്റെ കേസിൽ നമുക്ക് നോക്കുവാണെങ്കിൽ എപ്പോഴാണ് 0 വരുമ്പോൾ, ഇവിടെ 0 കൊടുക്കുവാണെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, ഇവിടെ സെലക്ട് ലൈൻസ് 0 കൊടുക്കുവാണെങ്കിൽ, ഓക്കെ, S is equal to 0 കൊടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻ? ദിസ് വിൽ ബിക്കം 1 ആൻഡ് ദിസ് ഓൾസോ വിൽ ബിക്കം 1. അപ്പം ഏത് മാത്രമേ വരുള്ളൂ? P1 മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് സൈഡിലേക്ക് വരുള്ളൂ, അല്ലേ? ചെക്ക് ചെയ്യത്തില്ലേ? അപ്പം S is equal to 0 ആണെങ്കിൽ എസ് ബാർ 1 ആയി. അപ്പം ഈ ട്രാൻസിസ്റ്റർ എന്തായി? ഓഫായി. ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. ഈ ട്രാൻസിഷൻ ഗേറ്റ് ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പം ലോവർ ട്രാൻസിസ്റ്റർ മാത്രമേ എന്താവുള്ളൂ? വർക്ക് ആവുള്ളൂ. അപ്പം നിങ്ങൾ നോക്കുക, S is equal to 0 ആകുമ്പോൾ എസ് ബാർ ഇവിടെ 1 ആയി. അപ്പോൾ ഇത് 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? വി ക്യാൻ ഗെറ്റ് ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? P1 ആയിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട്. ഈ ട്രാൻസിസ്റ്റർ മാത്രമേ ഇവിടെ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, P1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് സൈഡിലേക്ക് വരും. അപ്പോൾ P1 കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾ S is equal to 1 കൊടുക്കുവാണെങ്കിൽ, S1 കൊടുക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുക? S1 കൊടുത്താൽ this will become 1 and this will become 0 and this will become 1, this will become 0. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ട്രാൻസിസ്റ്റർ എന്താവും? ഓഫ് ആവും. ഈ ട്രാൻസിസ്റ്റർ മാത്രമേ എന്താവുള്ളൂ? ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? P0 എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് സൈഡിലേക്ക് വരിക. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള. വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രാൻസ്മിഷൻ ഗേറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 4:1 മക്സിലേക്ക് പോകാം. 4:1 മക്സ് നോക്കുവാണെങ്കിൽ 4 ഇൻപുട്സ് ആണുള്ളത്. എന്ന് നേരത്തെ നിങ്ങളോട് പറഞ്ഞു, 4 ഇൻപുട്സ്, 2 സെലക്ട് ലൈൻസ് ആൻഡ് 1 ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം 1 ഔട്ട്പുട്ട് മാത്രമേ കിട്ടുള്ളൂ. അറ്റ് എ ടൈം ഒരെണ്ണം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ 0 എന്ന് പറയുന്ന ഇൻപുട്ട് സെലക്ട് ലൈൻസിൽ നിങ്ങൾ കൺട്രോൾ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടണം? P0 കിട്ടണം. 0:1 കൊടുക്കുമ്പോൾ P1 കിട്ടണം. 1:0 കൊടുക്കണം P2 കിട്ടണം. 1:1 കൊടുക്കുമ്പോൾ P3 കിട്ടണം. അപ്പം ദിസ് ഈസ് ആക്ച്വലി ദ തിങ് വി മസ്റ്റ് റിമെമ്പർ വൈ വി ആർ ഗോയിങ് ഫോർ 4:1 മക്സ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു 4:1 മക്സ് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾക്ക് S1 എന്ന് പറയുന്നതും S0 എന്ന് പറയുന്നതിൻ്റെയും പ്യുവർ ഫോമിലും ഉണ്ട്, അതിൻ്റെ കോംപ്ലിമെൻ്റ് ഫോമുണ്ട്. അതായത് 0യും S1 എന്ന് പറയുന്നത് 0യും വരുന്നുണ്ട്, 1ഉം വരുന്നുണ്ട്.
എസ് നോട്ടും 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്യുവർ ഫോമും കോംപ്ലിമെൻ്റ് ഫോമും നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം S1 എടുക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ S1 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം S1 ഇവിടെ S1 ബാർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ എസ് നോട്ടിൻ്റെയും കേസിൽ പ്യുവർ ഫോം വേണം, കോംപ്ലിമെൻ്റ് ഫോമും വേണം. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോക്കേണ്ടത് എന്താണ്, നമുക്ക് ഇതിൻ്റെ കേസിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മെത്തേഡ്, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതുക എന്നുള്ളത് വേറൊരു മെത്തേഡ്. ഇപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ വി ക്യാൻ ഏബിൾ ടു റൈറ്റ് S1 ബാർ. ഓക്കെ, F ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, S1 ബാർ S0 ബാർ P0 പ്ലസ് S1 bar S0 P1 plus S1 S0 bar P2 plus S1 S0 P3. ഇതാണ് നമ്മളുടെ എഫിൻ്റെ ഇക്വേഷൻ അല്ലേ. S0 0 എന്ന് പറയുമ്പോൾ S1 bar S0 bar P0, S1 bar S1 S0 P1, S1 S0 bar P2, S1 S2 S0 P3. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇതാണ് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, S1 bar S0 bar P0. ഓക്കെ, അത് ആദ്യം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. P0 വരുന്നത് S1 bar 0 എന്ന് പറയുന്ന കണ്ടീഷനിലാണ് നമുക്ക് P0 കിട്ടേണ്ടത്. അപ്പം ഇത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഇതൊക്കെയാണ്, S1 bar S0 bar P0. ഓക്കെ, S1 ബാറിലേക്കും കണക്ഷൻ വേണം, S0. അപ്പം S1 bar P0 ഇൻറ്റു S0 ബാർ അല്ലേ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ P0 നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം S1 ബാർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ S1, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഈ P0 ഇൻറ്റു S1 നമ്മൾ കിട്ടണമെങ്കിൽ P0 ഇൻറ്റു S നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എസിനെ നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്തത്, നമ്മളുടെ ട്രാൻസിസ്റ്റർ ഗേറ്റിൻ്റെ എൻമോസ് ട്രാൻസിസ്റ്ററിൻ്റെ ഗേറ്റിലാണ് നമ്മൾ കണക്ട് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് S1 ബാർ ഇൻറ്റു P0 നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ S1 ബാർ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം, നമ്മളുടെ എൻമോസിൻ്റെ ഗേറ്റിലായിരിക്കണം. അപ്പം അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം. അപ്പം നമ്മൾ ആദ്യം എടുക്കുന്നു, നമ്മൾ ഒരു ഗേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് സിമ്പിൾ. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ P0 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുന്നത്, ഇതിൻ്റെ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇത് കണക്ഷനൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ എൻമോസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, PMOS എന്ന് പറയുന്നത് ടോപ്പിലാണ്, NMOS എന്ന് പറയുന്നത് ലോവർ പോർഷനാണ്. ഓക്കെ, ലോവർ പോർഷനാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് S1 ബാർ ഇൻറ്റു P0 അല്ലേ, S1 ബാർ ഇൻറ്റു P0 ഇൻറ്റു S0 ബാർ, അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പം S1 ബാർ ഇൻറ്റു P0 നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ S1 ബാർ എപ്പോഴും എവിടെയായിരിക്കണം, ലോവർ സൈഡിലായിരിക്കണം. അപ്പോൾ ഈ ലോവർ സൈഡ് നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് കണക്ട് ചെയ്യുക, S1 ബാറിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, S1 ബാർ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, ആൻഡ് അപ്പർ സൈഡ് S1ലേക്ക് കണക്ട് ചെയ്തു. അപ്പം ഇതെന്ത് കിട്ടി, P0 ഇൻറ്റു S1 ബാർ. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ ഔട്ട്പുട്ട് P0 ഇൻറ്റു S1 ബാർ ആയിരിക്കും. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയോ, P0 ഇൻറ്റു S1 ബാർ ഇൻറ്റു S0 ബാർ. അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, S0 ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം S0 ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇതേ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾക്ക് P0 ബാർ ഇൻറ്റു S1 ഇങ്ങോട്ട് വരുന്നുണ്ട് ഇൻപുട്ടായിട്ട്, അതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഓക്കെ, അതിനെ നമ്മൾ S0 ബാർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് S0 ബാർ ആണ്. അപ്പം S0 ബാർ എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്, നമുക്ക് നമ്മളുടെ ലോവർ സൈഡിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് S0 ബാർ. ആൻഡ് നമ്മൾ അപ്പർ സൈഡ് PMOSനെ നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, S0ലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പം ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ P0 ബാർ ഇൻറ്റു S1 ബാർ, P0 ഇൻറ്റു S1 ബാർ ഇൻറ്റു S0 ബാർ, ഇതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് P0 ഇൻറ്റു S1 ബാർ S0 ബാർ. ഓക്കെ, ഈ ഔട്ട്പുട്ട് കിട്ടിയില്ലേ. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനിയിപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. P1 ആണ്, P1 നമ്മൾ ഇതേപോലെ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, വി ക്യാൻ ഏബിൾ ടു റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ നേരത്തെ നമ്മളുടെ ട്രാൻസിസ്റ്റർ
ഇവിടെയും നമ്മൾ കുറച്ച് അടുപ്പിച്ച് വരച്ചേക്കാം. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് അടുത്ത് വേണ്ട എന്താണ്? P1 ആണ്. P1. അപ്പം നമ്മുടെ അടുത്തത് P1 ഇൻറ്റു S1 ബാർ. നേരത്തെ പോലെ S1 ബാർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ S1 ബാർ നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യണം? ഇങ്ങോട്ട് കണക്ട് ചെയ്യണം. ഇതാണ് S1 ബാർ. സോറി ഇത് PMOS അല്ല, NMOS ആണ്. Okay, this is actually connected and PMOS which is actually connected to here. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? This output is P1 into S1 bar. P1 into S1 bar. ഇനിയിപ്പോൾ നമുക്ക് S0 ബാറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം S0 ബാർ ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്റർ വരച്ചു, ട്രാൻസിഷൻ ഗേറ്റ് വരച്ചു. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ വരച്ചോളുക. ഇവിടെയാണെങ്കിൽ S0 നമുക്ക് വേണ്ടതുകൊണ്ടാണ് ഇവിടെ ഞാൻ വരച്ചു കേട്ടോ. S0 അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം, എങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് കാണേണ്ടത്? S0ലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. S0ലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ S0 ബാറിലേക്ക് നമ്മൾ PMOS കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? P1 ഇൻറ്റു S1 ബാർ ഇവിടുന്ന് കിട്ടി. അതെങ്ങോട്ട് കണക്ട് ചെയ്തു? ഇത് S0ലേക്ക് ഇൻറ്റു S0. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ സെക്കൻഡ് ഔട്ട്പുട്ട് വരിക. അപ്പോൾ നമുക്ക് സെക്കൻഡും കംപ്ലീറ്റ് ആയി, ഫസ്റ്റും കംപ്ലീറ്റ് ആയി, സെക്കൻഡും കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് നോക്കുവാണെങ്കിൽ S1 S0 ബാർ P2 എന്നാണ്. അപ്പം ഇവിടെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. ഞാൻ ചുമ്മാ ഇവിടെ വരച്ചേക്കുന്ന പോലെ തന്നെ വരയ്ക്കുന്നേ ഉള്ളൂ. അപ്പം P2 നമ്മളെടുത്തു. P2 വരച്ചിട്ട് ഓക്കെ, P2ൻ്റെ നമുക്ക് വേണ്ടത് S1 P2 ഇൻറ്റു S1. അപ്പം S1 നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യണം? ലോവറിലേക്ക് കണക്ട് ചെയ്യണം. ആൻഡ് അപ്പർ സൈഡ് നമ്മൾ എങ്ങോട്ട് വന്നു? S1 ബാറിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏതാണോ ലോവർ സൈഡിലുള്ളത് അതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത് നമുക്ക് P2 ഇൻറ്റു S1 എന്ന് കിട്ടി. P2 ഇൻറ്റു S1 എന്ന് പറയുന്നതാണ് NMOSൻ്റെ. NMOSൽ എന്താണോ അത് ഇൻറ്റു P2 ആയിരിക്കും നമുക്ക് കിട്ടുക. ആൻഡ് നമുക്ക് അടുത്ത എന്താണ്? P2 ഇൻറ്റു S1 ഇൻറ്റു S0 ബാർ. അപ്പം S0 ബാർ ആയതുകൊണ്ട് നമ്മൾ ഉള്ളിൽ വരച്ചു. ഇതെങ്ങനെ വേണമെങ്കിലും ഉള്ളിലോ പുറത്തോ എവിടെ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. അത് വരച്ചേക്കുന്ന പോലെ തന്നെ നമ്മൾ വരച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പം S1 നിങ്ങൾ നോക്കുക. S1 S0 ബാർ ആണ് നമുക്ക് വേണ്ടത്. S0 ബാർ എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെയാണ് S0 ബാർ. അപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്തു. ഈ അപ്പർ സൈഡ് നമ്മൾ S0ലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പം എന്താ കിട്ടി? P2 ഇൻറ്റു S1 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഈ P2 ഇൻറ്റു S1 ഇവിടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും? P2 S1 S0 ബാർ. ഓക്കെ, അപ്പോൾ അടുത്തതായി ഇനിയിപ്പം ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് S1 S0 P3 എന്നാണ്. ഓക്കെ, ഇപ്പം S1 P3 ആണ്. S1 P3 ഇൻറ്റു S1 അല്ലേ? P3 S1 S0 ആണ്. P3 ഇൻറ്റു S1 എന്ന് പറയുന്നത് ലോവറിൽ കണക്ട് ചെയ്തു. ബാർ എന്നുള്ളത് ഇങ്ങോട്ട് കണക്ട് ചെയ്തു, ഇങ്ങോട്ട് കണക്ട് ചെയ്തു. അപ്പം ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ എന്താണ്? P3 ഇൻറ്റു S1. ഇനിയിപ്പം S0 കണക്ട് ചെയ്യണം. S0 കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വേറൊരു ട്രാൻസിഷൻ ഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. P3 ഇൻറ്റു S1 ഇൻറ്റു S0 എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പം S0ലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, S0ലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ആൻഡ് അപ്പർ ട്രാൻസിസ്റ്റർ വിച്ച് ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു ഹിയർ. ആൻഡ് therefore we can able to get P3 S1 ഇൻറ്റു S0. P3 S1 S0. അപ്പോൾ ഇതെല്ലാം കൂടെ കിട്ടി. ഇനിയിപ്പോൾ ഇതിനെ എല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അത് എന്താവും? അഡീഷൻ ആവും. ഓക്കെ, അപ്പം ദിസ് ഈസ് ആക്ച്വലി F. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളുടെ ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ 4:1 മക്സിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു. 4:1 മക്സിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് 4:1 മക്സ് എടുത്തു. ആ 4:1 മക്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ എഴുതി.
അതായത് സെലക്ട് ലൈൻസ് 0 ആകുമ്പോൾ P0, 1 ആകുമ്പോൾ P1, 10 ആകുമ്പോൾ P2, 11 ആകുമ്പോൾ P3. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ബൂളിയൻ എക്സ്പ്രഷൻ നമ്മൾ എഴുതി S1 S1 ബാർ S0 ബാർ P0. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇവിടെ. അപ്പം S1 ബാർ S0 ബാർ ഇൻറ്റു P0. അപ്പം S1 ബാർ എന്നുള്ളത് S1 ബാർ P0 നമുക്ക് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. വീണ്ടും അതായത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേംസ് എത്ര ടേംസ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇപ്പോൾ ഇതൊരു 2 ടേംസ് ഉള്ളെങ്കിൽ നമുക്ക് ഒറ്റ ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇവിടെ ഒരു 3 വേരിയബിൾസ് അല്ലെങ്കിൽ 3 ടേംസ് ഉണ്ട്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 2 എന്ത് വേണം, ട്രാൻസ്മിഷൻ ഗേറ്റ്സ് വേണം. അതായത് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് നമുക്ക് P0 ഇൻറ്റു S1 കിട്ടി, S1 ബാർ കിട്ടി. അതിനെ അടുത്ത് S0 ബാർ കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ആണെങ്കിൽ രണ്ടാമതൊരു ട്രാൻസ്മിഷൻ ഗേറ്റും ഉണ്ട്. അപ്പോൾ ഈ 4 ടേം ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ വീണ്ടും ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് യൂസ് ചെയ്യേണ്ടി വരും. 3 ട്രാൻസ്മിഷൻ ഗേറ്റ് വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുക എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് S1 ബാർ S0 ബാർ P0. അപ്പം നമ്മൾ P0 ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എൻമോസിൻ്റെ ഗേറ്റും ഇൻപുട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരിക. അപ്പം എൻമോസിൻ്റെ ഗേറ്റിൽ എന്താണോ കൊടുക്കുന്നത് അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പം P0 ഇൻറ്റു S1 ബാർ നമുക്ക് കിട്ടണമെങ്കിൽ S1 ബാർ എന്ന് പറയുന്നത് ഇതാണ്. S1 ബാറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്തായിരിക്കണം, S1 ബാറിൽ നമ്മൾ എങ്ങോട്ടായിരിക്കും കണക്ട് ചെയ്യേണ്ടത്, നമ്മളുടെ എൻമോസിൻ്റെ ഗേറ്റിലായിരിക്കും. ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ PMOS അപ്പർ സൈഡിലും എൻമോസ് ലോവർ സൈഡിലുമായിട്ടാണ് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എൻമോസിൻ്റെ ഗേറ്റിലേക്കായിരിക്കണം നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പം P0 ഇൻറ്റു S1. അപ്പോൾ P0 ഇൻറ്റു S1 ബാർ അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ S0 ബാർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. S0 ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ S0 ബാർ നമ്മളുടെ എൻമോസിൻ്റെ ഗേറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. PMOSൻ്റെ ഗേറ്റ് എപ്പോഴും അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഫോമിലായിരിക്കും. അപ്പം ഇത് ഇങ്ങനെ ആണ് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ഒരു 4:1 മക്സ് ഡിസൈൻ ചെയ്തത്. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം, നിങ്ങൾ പറയാം. ഇത് ക്ലിയർ ആയോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന ആദർശ മനസ്സിലായി? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ജസ്ന ക്ലിയർ ആയോ? കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പറയാം, മനസ്സിലായില്ലെങ്കിൽ പറയണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ സെലക്ട് ലൈൻസ് ആണ്. ആ സെലക്ട് ലൈൻസ് രണ്ടും S1ഉം S0ഉമാണ് നമ്മളുടെ സെലക്ട് ലൈൻസ്. അപ്പം സെലക്ട് ലൈൻസിൻ്റെ റിയൽ ഫോമും കോംപ്ലിമെൻറ്റ് ഫോമും നമ്മൾ എഴുതണം. അപ്പോൾ അതായത് നമുക്ക് 2 ടേംസ് ഉണ്ട്, S1 ബാറും ഉണ്ട്, S0 ബാറും ഉണ്ട്. അപ്പം നമ്മൾ അതുപോലെ തന്നെ S1ഉം ഉണ്ട്, S0ഉം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ S1ഉം വേണം, S1 ബാറും വേണം, S0ഉം വേണം, S0 ബാറും വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു നോർമൽ നോട്ട് ഗേറ്റ് യൂസ് ചെയ്തിട്ട് S1ഉം S0 അതിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മളെടുത്തു, S0ഉം അതിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മളെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഇക്വേഷൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഈ ഇക്വേഷൻ അങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഇക്വേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നമുക്ക് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, P0 എടുത്തു. നിങ്ങൾ ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് കൊടുക്കുന്നു. ട്രാൻസ്മിഷൻ ഗേറ്റ് നമുക്കറിയാം, ട്രാൻസ്മിഷൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് P0 ഇൻറ്റു S കിട്ടണമെങ്കിൽ നമ്മൾ P0ഉം നമ്മൾ S എന്ന് പറയുന്ന ഈ ടേം നമ്മൾ എവിടെയാണ്, ഗേറ്റിലേക്കാണ് കണക്ട് ചെയ്തത്. അതായത് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റിൻ്റെ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ട്രാൻസ്മിഷൻ ഗേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ദിസ് ഈസ് ആക്ച്വലി ദ കോമ്പിനേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ഗേറ്റ്, അതിനെ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒരു ഗേറ്റ്, ലോവർ ഗേറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ്, 2 ഗേറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇത് PMOS ആയിട്ടും ഇത് NMOS ആണ്. ഓക്കെ. ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. ഇങ്ങനെയാണ് ട്രാൻസ്മിഷൻ ഗേറ്റ് വരിക. അപ്പം ഈ NMOS എന്ന് പറയുന്ന ഗേറ്റ്, ഈ ഗേറ്റിൻ്റെ ഈ NMOSൻ്റെ ഗേറ്റും അതുപോലെ തന്നെ ഈ NMOSൻ്റെ ഗേറ്റ് S ആണെങ്കിൽ ഇത് S ബാറും ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ X ഇൻറ്റു X ആയിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങളോട്, X ഇൻറ്റു X ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനെയാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, P0 ഇൻറ്റു S1 ബാർ S0 ബാർ. അങ്ങനെയാണെങ്കിൽ P0നെ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം,
നമ്മളുടെ S1 ബാറുമായിട്ട് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ S1 ബാർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എവിടെ കൊടുക്കണം? നമ്മളുടെ എൻമോസിൻ്റെ ഗേറ്റിൽ കൊടുക്കണം. എൻമോസിൻ്റെ ഗേറ്റ് എപ്പോഴും താഴെയായിരിക്കും. ഈ ഗേറ്റിൽ നമ്മൾ ഈ S1 ബാർ നമ്മൾ ഈ എൻമോസിൻ്റെ ഗേറ്റിൽ കൊടുത്തു. അപ്പം P0 ഇൻറ്റു S1 ബാർ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ P0 ഇൻറ്റു S1 ബാർ മാത്രം പോരാ, നമുക്ക് അതിനെ S0 ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ P0 ഇൻറ്റു S1 ബാർ അനദർ ട്രാൻസ്ലേഷൻ ഗേറ്റിലേക്ക് കൊടുക്കുന്നു. അത് S0 ബാറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം S0 ബാർ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ഇവിടെയാണ്. അപ്പം S0 ബാർ എപ്പോഴും എങ്ങോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്? എൻമോസിൻ്റെ ഗേറ്റിലേക്ക്. അപ്പം നമുക്ക് എന്ത് കിട്ടി? P0 ഇൻറ്റു S1 ബാർ S0 ബാർ എന്ന് കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്തത് P1 ഇൻറ്റു S0 S1 ബാർ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇവിടെയും നമുക്ക് P1നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ട്രാൻസ്ലേഷൻ ഗേറ്റ് യൂസ് ചെയ്തിട്ട് S1 ബാറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആദ്യം. അപ്പം S1 ബാർ എന്ന് പറയുന്നത് ഇവിടെയാണ്. അത് എൻമോസിൻ്റെ ഗേറ്റിലേക്ക് കൊടുത്തു. അപ്പോൾ P1 ഇൻറ്റു S1 ബാർ കിട്ടി. ഇനിയിപ്പം ഈ P1 ഇൻറ്റു S1 ബാർ ഇൻറ്റു S0 ആണ് വേണ്ടത്. അപ്പം S0 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം S0 നമ്മൾ എവിടെ കൊടുക്കണം? നമ്മുടെ ട്രാൻസ്ലേഷൻ ഗേറ്റിൻ്റെ എൻമോസിൽ കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടി? എൻമോസിൽ കിട്ടുമ്പോൾ P1 ഇൻറ്റു S1 ബാർ ഇൻറ്റു S0 കിട്ടി. അത് കിട്ടി. അടുത്തത് S1 P2 ഇൻറ്റു S0 ബാർ ആണ്. അപ്പം S1 മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ലോവർ ഗേറ്റ് S1 കണക്ട് ചെയ്യുന്നു. P2 കിട്ടി. അപ്പോൾ P2 ഇൻറ്റു S1 P2 ഇൻറ്റു S1 ഇൻറ്റു S0 ബാർ. S0 ബാർ എന്ന് പറയുന്നത് നമ്മൾ ലോവർ ഇവിടെയാണ് S0 ബാർ. അപ്പം അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ P2 S1 ഇൻറ്റു S0 ബാർ കിട്ടി. ഇനിയിപ്പോൾ P3 ആകുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. P3 S1 S0 ആണ്. P3 ഇൻറ്റു S1 എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ S1 നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തു, എൻമോസിൻ്റെ ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ P3 ഇൻറ്റു S1 നമ്മൾ അടുത്ത ഗേറ്റിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, ട്രാൻസ്മിഷൻ ഗേറ്റിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? S0 അപ്പം S0 ഇൻറ്റു P3 ഇൻറ്റു S1 നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? F കിട്ടും. അതായത് നമ്മളുടെ മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഇത് ക്ലിയർ ആക്കുക. ഇത് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്രയും സമയം എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇത് ഏതെങ്കിലും ഒരു മാത്സൊക്കെ നോർമലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അതായത് നിങ്ങൾക്ക് സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട് 4:1 2:1 മാർക്സ് എന്ന്. അപ്പോൾ സിലബസിൽ പറഞ്ഞത് അതേപടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഈസി ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇഫ് യു നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുകയാണ്, ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് എന്താണ് ഒരു 2:1 മാർക്സിനെ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് എക്സോറും എക്സ്നോറും ആക്കി മാറ്റാൻ പറ്റുമോ? ഓക്കെ, 2:1 മാർക്സ് നമ്മൾ ഓൾറെഡി കണ്ടു. ഓക്കെ, 2:1 മാർക്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതാണ് 2:1 മാർക്സ് അല്ലേ? ഈ 2:1 മാർക്സിനെ മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സോർ ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എക്സ്നോർ ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പം എക്സോർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എക്സോർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് A B ബാർ പ്ലസ് A ബാർ B ആണ് നമ്മളുടെ എക്സോർ. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫൈ ചെയ്തിട്ട്, ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, P0 S ഇൻറ്റു P1 S1 ബാർ എന്നാണ്. അപ്പോൾ ഇതിനെ മോഡിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സോറിലേക്കോ എക്സ്നോറിലേക്കോ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ്നോർ ഗേറ്റിൻ്റെ ആദ്യം നിങ്ങൾക്ക് ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം? എന്താണ് 2:1 മാർക്സ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 2:1 മാർക്സിനെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് എക്സോർ ആക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എക്സോർ ഗേറ്റിൻ്റെ 2:1 മാർക്സ് എങ്ങനെയാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതാണ് 2:1 മാർക്സ്. അപ്പം P0 ഇൻറ്റു S ഇൻറ്റു P1 ഇൻറ്റു S ബാർ എന്നാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമുക്ക് എന്താണ് എക്സോറിൻ്റെ വേണ്ടതാണ്? A B ബാർ പ്ലസ് A ബാർ B ആണ് വേണ്ടത്. അപ്പം A B ബാർ പ്ലസ് A ബാർ ബിയിലേക്ക് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു P എക്സോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ആദ്യം നമ്മൾ വരയ്ക്കുന്നത് 2:1 മാർക്സ് ആണ്. ഓക്കെ, 2:1 മാർക്സ്. അപ്പോൾ 2:1 മാർക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓക്കെ, ഇവിടെ എസ്, ഇത് S ബാർ, ഇത് P0, ഇത് P1 അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്? P0 P1. ഓക്കെ, ജസ്റ്റ് ഓക്കെ, ഇതിപ്പം ഇതാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ S ബാറും ഇവിടെ എസും ആക്കി. ഓക്കെ, ഇതിപ്പം എനിവേ ഇറ്റ് ഈസ് സെയിം. ഓക്കെ, ഇത് S ബാർ, ഇത് S, ഇത് ഔട്ട്പുട്ട് F. അപ്പം ഇതിനെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഇത് P0 ഇൻറ്റു ഇവിടെ ജസ്റ്റ് P0 ഇൻറ്റു S ബാർ
പ്ലസ് P1 ഇൻറ്റു എസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, P0 ഇൻറ്റു എസ് ബാർ പ്ലസ് P1 ഇൻറ്റു എസ്. എനിവേ ഇറ്റ് ഈസ് സെയിം. ഓക്കെ, P0 ഇൻറ്റു എസ് ബാർ. P0 വരുന്നത് എസ് 0 വരുമ്പോൾ P0 ഉം 1 വരുമ്പോൾ P1 ഉം ആണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, P0 ഇൻറ്റു എസ് ബാർ പ്ലസ് P1 ഇൻറ്റു എസ്, ദാറ്റ് ഈസ് എഫ്. അപ്പം ഇതിനെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എക്സോർ ആക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് എക്സോർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് വേണ്ടത്? എ ബി ബാർ പ്ലസ് എ ബാർ ബി ആണ് വേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് നമുക്ക് അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് P0 വരെ നമ്മൾ എ എന്ന് കൊടുക്കുന്ന ഇൻപുട്ട്, ഓക്കെ, ഇവിടെ ഇതിനോട് എന്ത് കൊടുക്കുന്നു? എ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇത് ബി യു ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അല്ല ഇത് ബി അല്ല, ജസ്റ്റ് എയും ബിയും പകരം നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ജസ്റ്റ് ഇത് എ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ ആക്ച്വലി എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ദിസ് ഈസ് ആക്ച്വലി എ എന്ന് വിചാരിക്കാം. അപ്പം ഇവിടെ നമ്മൾ നോട്ട് ഗേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി ബിക്കം എന്താണ്? എ ബാർ. ഓക്കെ, ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ ആണ്. എയെ നമ്മൾ എ ബാറും ആക്കി. ഈ എസിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ബി ബാർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ദിസ് എസ് ബാറിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ബി ബാർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ബി ബാർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? എ ഇൻറ്റു ബി ബാർ. ഈ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ ഇൻറ്റു ബി ബാർ എന്നായിരിക്കും ഇവിടെ വരിക. ഇവിടെ എ ബാർ ഇൻറ്റു ബി, ഇത് ബി ബാർ ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ബി ആയിരിക്കും, ഇതും ബി ആയിരിക്കും. ഇത് എന്തായിരിക്കും? എ ബാർ ഇൻറ്റു ബി എന്നും വരും. എ ബാർ ഇൻറ്റു ബി എന്ന് വരും. അപ്പം നമുക്ക് എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്ന് കിട്ടി. അതായത് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ നടത്തി ഈ P0 P1 പകരം നമ്മൾ എന്ത് ചെയ്യും? P0 ജസ്റ്റ് കോംപ്ലിമെൻറ്റ് ഇവിടുന്ന് എടുത്തു പുറത്ത്, അത് എ ബാർ ആയിട്ട് കൊടുത്തു, എ ബാർ ആയിട്ട് കൊടുത്തു, അത് ഇൻപുട്ടായിട്ട് എടുത്തു. ആൻഡ് ബി ബാർ എന്ന് പറയുന്നത് നമ്മളുടെ സെലക്ട് ഇൻപുട്ടിന് പകരം നമ്മൾ ബി ബാർ കൊടുത്തു. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്ന് കിട്ടും. ഓക്കെ, അത് എക്സ് ബാർ ആയി, അല്ല എക്സോറായി. ഇനിയിപ്പം ഇതിന് പകരം ഇത് എയും ഇത് എ ബാറും ആയി എന്ന് വിചാരിക്കാം. ഇതിന് പകരം നമ്മൾ എന്താക്കുന്നു? ബി കൊടുക്കുവാണെങ്കിൽ ഇതിന് പകരം പകരം ബി കൊടുക്കുവാണെങ്കിൽ, ബി ബാറിന് പകരം ബി കൊടുക്കുവാണെങ്കിൽ എ ബി പ്ലസ് എ ബാർ ബി ബാർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ എക്സ് നോർ ബി എന്നും കിട്ടും. അപ്പം നമുക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആകെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഏതിൻ്റെ ഇക്വേഷൻ? നിങ്ങളുടെ 2:1 മക്സിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാം. അപ്പം അതായത് 2:1 മക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P0 എസ് ഓർ എസ് ബാർ, P0 എസ് ഇൻറ്റു എസ് ഇൻറ്റു P1 എസ് ബാർ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ മക്സ് ഇങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. P0 എസ് ഇൻറ്റു P1 എസ് ബാർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ജസ്റ്റ് എന്ത് മോഡിഫൈ ചെയ്യുന്നു? എ എക്സ് ഓർ ബി എന്നാക്കണം. ഈ എ ബാർ ബി ബാർ പ്ലസ് എ ബി ബാർ എന്നാക്കണം. എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്നാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇതിന് പകരം നമ്മൾ എ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് പകരം എന്താവും? എ ബാറായി. ഓക്കെ, ഇത് എ ആണെങ്കിൽ ഇതെന്താവും? എ ബാറായി. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ബി ആക്കി. അപ്പോൾ ഇത് ബി ആണെങ്കിൽ ഇവിടെയുള്ളത് എന്താവും? ബി ബാറായി. ഇവിടെയും ബി ബാറായി. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ എ ബി, ഇതിൻ്റെ ഔട്ട്പുട്ട് എ ബി വരും, ഇതിൻ്റെ ഔട്ട്പുട്ട് എ ബാർ ബി ബാർന്ന് വരും. എ ബാർ ബി ബാർന്നും വരും. അപ്പോൾ ഇതെന്തായി? എക്സ്നോറായി. ഓക്കെ, ഇതിനെ എക്സോർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സോർ എന്ന് പറഞ്ഞാൽ എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്നാണ്. അപ്പോൾ ഇത് ബി ബാർ ആക്കുക, ഇത് ബി ആക്കുക, ഇത് ബി ബാർ ആക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്നായി. അപ്പം അത് എക്സോറായി. അപ്പോൾ ഇതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ല. ജസ്റ്റ് മോഡിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഇതുള്ളൂ. അപ്പം ഇതാണ് നമ്മളുടെ ഒരു എക്സ്നോർ ഗേറ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് എന്താണ്, അതിൻ്റെ
ഒരു മൾട്ടിപ്ലക്സർ എങ്ങനെ നമുക്ക് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്ത് ഒരു മൾട്ടിപ്ലക്സർ മോഡിഫൈ ചെയ്തിട്ട് ഒരു 2:1 മക്സ് മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ എക്സോറും എക്സ്നോറും ഒക്കെ ആക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയും ഇതൊരു